നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച ലോകമൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. റഷ്യയുടെ മുന്നിൽ ലോക പോലീസാണ്, ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് എന്നൊന്നുമുള്ള ഒരു അഹങ്കാരവും ഇനി ട്രംപ് റഷ്യയോട് കാണിക്കില്ല. അന്ന് പുടിൻ എത്തിയപ്പോൾ പുടിനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ട്രംപ് പുടിന്റെ തലയ്ക്ക് മീതെ യുദ്ധവിമാനങ്ങൾ പറത്തിയെങ്കിലും പുടിൻ ഭയപ്പെട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ്. പുടിന്റെ വിരട്ടലിൽ ട്രംപ് പേടിച്ചു എന്നതും അവിടെ വലിയ ഒരു സ്റ്റാറായി മാറിയത് റഷ്യൻ പ്രസിഡന്റ് തന്നെയാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു രസകരമായ ചർച്ച കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ട്രംപുമായി ചർച്ച നടത്തിയത് പുടിൻ അല്ല എന്നും അത് പുടിന്റെ അപരനാണ് എന്നാണ് ഇപ്പോൾ പുതിയ വാദം. പുടിന്റെ രൂപവും നടത്തവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. അലാസ്കയിലെത്തിയ വ്യക്തിക്ക് കൂടുതൽ വീർത്ത കവിളുകൾ ഉണ്ടെന്നാണ് ഒരു കണ്ടെത്തൽ. ട്രംപിനെ കാണുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പതിവിലും കൂടുതൽ ഉന്മേഷവാനായി കാണപ്പെട്ടതാണ് മറ്റു ചിലരിൽ സംശയം ജനിപ്പിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റിന് വേണ്ടി കാലാകാലങ്ങളിൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന നിരവധി അപരന്മാർ ഉണ്ട് എന്ന തരത്തിലേക്കും ചർച്ചകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇത് പുടിന്റെ 5ാമത്തെ അപരനാണ് എന്ന ഒരു വാദവും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. കവിളുകൾ കൂടുതൽ ഉരുണ്ടതാണെന്നും വലത് കൈ അധികം ചലിപ്പിക്കാതെയുള്ള പുടിന്റെ പതിവ് നടത്തമല്ല കാണാൻ കഴിയുന്നതെന്നും കമന്റിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ചിരിക്കുന്നു, എപ്പോഴും ചിരിയടക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു എന്നതാണ് മറ്റൊരാളുടെ കമന്റ്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ തനിക്ക് പകരമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ അപരന്മാരെ ഉപയോഗിക്കുന്നുവെന്ന ഊഹാപോഹങ്ങൾ പുതിയതല്ല. പല അവസരങ്ങളിലും റഷ്യൻ പ്രസിഡന്റിനെ നിരീക്ഷിക്കുന്നവർ അദ്ദേഹത്തിന് ഒന്നിലധികം അപരന്മാർ ഉണ്ട് എന്ന് ആരോപിച്ചിട്ടുണ്ട്. പുടിന്റെ അപരന്മാർ അദ്ദേഹവുമായി പരമാവധി സാമ്യം തോന്നിക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുണ്ടെന്ന് പോലും പ്രചാരണങ്ങളുണ്ട്. ഒരു കൈ സാധാരണയായി വലത് കൈ സ്വാഭാവികമായി ശരീരത്തോട് ചേർത്ത് നിശ്ചലമായി വയ്ക്കുകയും മറ്റേ കൈ സാധാരണ പോലെ വീശിയുമാണ് പുടിൻ നടക്കുന്നത്. ഇത് അനുകരിക്കാൻ പ്രയാസമാണെന്നും ഇത്തരത്തിൽ അപരന്മാരെ തിരിച്ചറിയാൻ കഴിയുമെന്ന വാദവും സജീവമാണ്. കൂടാതെ പുടിൻ അവിടേക്ക് എത്തിയപ്പോൾ ട്രംപിന്റെ മനസ്സിൽ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തുക, അതുവഴി നല്ല ഒരു പേര് സമ്പാദിക്കുക, കൂടാതെ നോബൽ സമ്മാനത്തിന് ഇതുവഴി ഒരു വഴി തുറക്കുക. ഇതായിരുന്നു ട്രംപിന്റെ മനസ്സിലെ കണക്കുകൂട്ടൽ. പക്ഷെ ആ സ്വപ്നമെല്ലാം ഒറ്റ ദിവസം കൊണ്ടാണ് പുടിൻ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി ട്രംപിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത്. ഇനി പുടിൻ പറയും, അമേരിക്ക കേൾക്കും. ഇനി പുടിൻ ട്രംപിനോട് യുക്രൈനിലോട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ അതുപോലെ ട്രംപ് അനുസരിക്കുകയും ചെയ്യും. റഷ്യ എന്തു പറയുന്നോ അതുപോലെ അമേരിക്ക കേൾക്കും. അതാണ് ഇനി സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ തിങ്കളാഴ്ചയോടുകൂടി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റുമായി ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തുമ്പോൾ ട്രംപ് ഉന്നയിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രാജിവെക്കുക എന്നതാണ്. അതാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനും ട്രംപിനോട് പറഞ്ഞത്. സെലൻസ്കി രാജിവെച്ച് കഴിഞ്ഞാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആ ഒരു യുദ്ധം അവിടെ കൊണ്ട് തീരും. അതിനുള്ള ഒരു നീക്കമാണ് ഇനി ട്രംപ് നടത്താൻ പോകുന്നത്. അതായത് എങ്ങനെയെങ്കിലും സെലൻസ്കിയെ കൊണ്ട് രാജിവെപ്പിച്ച് അവിടെ ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ടുവരിക. അതായിരിക്കും ഇനി അമേരിക്കയുടെ ലക്ഷ്യം. ആ ഒരു സ്വപ്നമാണ് റഷ്യയും കാണുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.